രാമായണത്തിലെ ഏറ്റവും മികച്ച സ്ത്രീ കഥാപാത്രം ആരാണ്? ഒരുപക്ഷെ സീതയേക്കാളേറെ തൻ്റെ പക്വത കൊണ്ടും അറിവുകൊണ്ടും തൻ്റെ വിജ്ഞാനം കൊണ്ടും ലോകപരിജ്ഞാനം കൊണ്ടും രാമായണത്തെ ഏറ്റവും മികച്ച സംഗതിയാക്കി മാറ്റി തീർക്കുന്നത് സുമിത്ര. എന്തുകൊണ്ടാണ് സുമിത്ര രാമായണത്തിലെ ഏറ്റവും മികച്ച സ്ത്രീ കഥാപാത്രമായി മാറുന്നത്? വനവാസത്തിനൊരുങ്ങുന്ന രാമനോടൊപ്പം പോകുവാനൊരുങ്ങുന്ന ലക്ഷ്മണൻ അമ്മയോട് യാത്ര ചോദിക്കാനെത്തുമ്പോൾ ലക്ഷ്മണനോട് സുമിത്ര പറഞ്ഞു കൊടുക്കുന്ന ആ ഉപദേശമാണ് ഒരുപക്ഷെ രാമായണത്തിൽ ഏറ്റവും മികച്ച ഉപദേശമായി, ഏറ്റവും മികച്ച ശ്ലോകമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. രാമം ദശരഥം വിദ്ധിം മാം വിദ്ധിം ജനകാത്മജ അയോധ്യാമടവിം വിദ്ധിം ഗച്ഛതാദയഥാ സുഖം എന്ന് പറയുന്നുണ്ട് സുമിത്രയെ വാൽമീകി എത്രമാത്രം പ്രാധാന്യത്തോടു കൂടി ചിത്രീകരിച്ചു. ഒരുപക്ഷെ വാൽമീകി സുമിത്രയെ ചെറുതായി തമസ്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എഴുത്തച്ഛൻ വളരെ നല്ലതുപോലെ തന്നെ സുമിത്രയെ അവതരിപ്പിക്കുന്നുണ്ട് തൻ്റെ രാമായണത്തിൽ. അദ്ദേഹം ഇപ്രകാരം ആ ഒരു ശ്ലോകത്തിനെ ഇപ്രകാരം മാറ്റിവെച്ചിട്ടുണ്ട്: അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേ നടന്നുകൊള്ളണം പിരിയാതെ, രാമനെ ദശരഥനെന്നുള്ളിൽ ആമോദത്തോടെ നനച്ചുകൊള്ളുക, എന്നെ ജനകാത്മജയെന്നുറച്ചുകൊള്ളുക, പിന്നെ അയോധ്യയെ ഓർമ്മിച്ചിടണമടവിയായി, മായാവിഹീനീ വെണ്ണം പോയാലും സുഖമായി വരികതേ എന്ന് എഴുത്തച്ഛൻ മാറ്റിയിട്ടുണ്ട്. അഗ്രജനായ ജ്യേഷ്ഠനായ രാമനെ ഒരിക്കലും പിരിയാതെ രാമനെ സംരക്ഷിച്ചുകൊണ്ട് നീ മുൻപിൽ തന്നെ നടക്കണം. രാമനെ എപ്പോഴും ദശരഥനെന്ന് തന്നെ നീ കരുതണം. ദശരഥനെ പോലെ കരുതണം. സീതയെ എന്നെപ്പോലെ നീ കരുതണം. പിന്നെ അയോധ്യയെ, ഇപ്പോഴുള്ള നീ പോകുന്ന ആ വനത്തിനെ അയോധ്യയെ പോലെ കരുതണം എന്ന് ഉപദേശിച്ചു. ആ സുമിത്രയാണ് രാമായണത്തിലെ മികച്ച സ്ത്രീ കഥാപാത്രം. ഈ ഒറ്റ ഉപദേശം ആരായിരുന്നു സുമിത്ര? രാജകുമാരിയായിരുന്നു. കാശി രാജാവിൻ്റെ മകളായിരുന്നു. ദശരഥൻ്റെ മൂന്നാമത്തെ പത്നിയായിരുന്നു. ദശരഥൻ്റെ എത്രമാത്രം ഇഷ്ടം സുമിത്രയോടുണ്ടായിരുന്നു എന്നുള്ളതും ഒരു സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ തന്നെയാണ്. കാരണം അശ്വമേധ യാഗത്തിൽ നിന്ന് ലഭിച്ച പായസം 2 ഭാര്യമാരും കഴിച്ചപ്പോൾ അവർ എടുത്തതിൻ്റെ ബാക്കി ഭാഗം കഴിക്കുവാൻ തയ്യാറാകുന്ന, യാതൊരു തരത്തിൽപ്പെട്ട വിവേചനവും കാണിക്കാതെ ആ പായസം ഏറ്റുവാങ്ങി കഴിക്കുന്ന സുമിത്ര, സ്വന്തം മകനോട് ഇങ്ങനെ ഉപദേശിച്ചുകൊള്ളുന്ന സുമിത്ര. ലക്ഷ്മണനുമായി ബന്ധപ്പെട്ടതാണ് ഈ 2 സ്ത്രീ കഥാപാത്രങ്ങളും. ഒന്ന് ഊർമിളയാണ്. ഭർത്തൃപിതാവിൻ്റെയും മാതാവിൻ്റെയും മറ്റുള്ളവരുടെയും സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് അവിടെ അയോധ്യയിൽ തന്നെ കഴിയാൻ തീരുമാനിക്കുന്ന ഈ 2 പേരും ലക്ഷ്മണനുമായി. അപ്പോൾ ഈ രാമായണത്തിലെ ശ്ലോകവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥ കൂടി അത് കാളിദാസൻ പറഞ്ഞു. വിക്രമാദിത്യ രാജസദസ്സിലെ പ്രധാനപ്പെട്ട കവികളിൽ ഒരാളായിരുന്നു വരരുചി. ഒരിക്കൽ ആ രാജസദസ്സിൽ ഒരു തർക്കമുണ്ടായി. രാമായണത്തിൽ ഏറ്റവും മികച്ച ശ്ലോകം ഏതാണ്? പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. വിക്രമാദിത്യന് അതൊന്നും ഇഷ്ടമായില്ല. 41 ദിവസത്തിനകം ഉത്തരം കണ്ടെത്തിക്കൊണ്ടുവരാൻ വരരുചിയോട് കൽപ്പിക്കുന്നു വിക്രമാദിത്യൻ. ഉത്തരം തേടി അലയുന്ന വരരുചി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു സംഭാഷണം കേൾക്കാനിടയായി. കഥയിൽ 2 വിധമുണ്ട്. ഒന്ന് പക്ഷികളാണെന്ന് പറയുന്നു ഇത് പറയുന്നത്, മറ്റൊന്ന് വനദേവതമാരാണെന്നും പറയും.
അപ്പം ആരാണ് ഈ മരത്തിന് ചുവട്ടിൽ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഓ അതറിയില്ലേ, രാമായണത്തിലെ ഏറ്റവും മികച്ച ശ്ലോകമായ രാമം ദശരഥം വിദ്ധിം മാം വിദ്ധിം ജനകാത്മജ അയോധ്യമടവിം വിദ്ധിം യച്ഛതാതെ യഥാസുഖം എന്ന് അറിയാത്ത ഒരു പാവം ബ്രാഹ്മണനാണ് ഇന്ന് നമ്മുടെ അടുത്തുള്ള ഈ പറയക്കുടിയിൽ ജനിച്ച ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ബ്രാഹ്മണനാണ് അയാൾ എന്ന് പറയും. അപ്പോൾ ഈ ഒരു ശ്ലോകം വിക്രമാദിത്യ രാജസദസ്സിൽ അവതരിപ്പിക്കുകയും രാജാവിന് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു. കൂട്ടത്തിൽ ഈ ഒരു വാർത്ത കൂടി പറയുന്നുണ്ട് വരരുചി. അങ്ങനെ വരരുചിയെ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ആ കുടിലിൽ നിന്നും ആ പെൺകുട്ടിയെ കവർന്നെടുത്ത് തലയിൽ പന്തമൊക്കെ കൊളുത്തി ആറ്റിലേക്ക് ഒഴുക്കി കളയുന്നുണ്ട് വിക്രമാദിത്യൻ. അവിടെ വിക്രമാദിത്യൻ്റെ രാജനീതി എത്രത്തോളം ചപലമായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്വന്തം രാജ്യത്തെ കവിയെ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണനെ രക്ഷിക്കാനുള്ള രാജേച്ഛ എന്ന് വേണമെങ്കിൽ അത് വിശേഷിപ്പിക്കാം. എങ്കിലും വിധിയെ തടുക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. അത് വരരുചി തന്നെ പറയുന്നുമുണ്ട്. വിധിഹീനമേവനും ലംഘിച്ചുകൂടുമോ എന്ന് വരരുചി തന്നെ പറയുന്നുണ്ട്. ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ ഒരിക്കൽ അലഞ്ഞു തിരിയുന്ന വരരുചി ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ എത്തിച്ചേരുമ്പോൾ ആ ബ്രാഹ്മണ ഗൃഹത്തിൽ തന്നെ പരിചരിക്കുന്ന കുട്ടിയെ ഇഷ്ടപ്പെടുകയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അന്ന് രാത്രിയിൽ തലയിൽ ഈ പാട് കാണുമ്പോൾ എങ്ങനെയാണ് ഈ പാട് വന്നത് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ആറ്റിലൂടെ ഒഴുകി വന്ന ഈ കുട്ടിയെ എടുത്തു വളർത്തിയത് ഈ ബ്രാഹ്മണരാണ്. അപ്പോഴാണ് ഇങ്ങനെ പറയുന്നത്, വിധിഹീനമേവനും ലംഘിച്ചുകൂടുമോ എന്ന് പറയുന്നുണ്ട് എഴുത്തച്ഛൻ. അപ്പോൾ ആ കഥയും ഇതുമായി ബന്ധപ്പെട്ടതാണ്. പിന്നീട് ആ വരരുചിയിൽ നിന്നാണ് കേരളത്തിലെ 12 പ്രബല സമുദായങ്ങളുണ്ടായത്. അഗ്നിഹോത്രി മുതൽ വായില്ലാക്കുന്നിൽ അപ്പൻ വരെ. അപ്പോൾ രാമായണത്തിലെ ഏറ്റവും മികച്ച സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒരാൾ സുമിത്ര തന്നെയാണ്. അത് സംശയലേശമന്യേ നമുക്ക് പറയാം.